കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു മരണവിവരം കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുകയാണ്. കുവൈറ്റിൽ നയതന്ത്ര മിഷൻ ഓഫീസുകളും ആക്രമിക്കപ്പെട്ടു. സുരേഷ് വെള്ളിമുറ്റമുണ്ട് വിവരങ്ങളുമായി. സുരേഷ്, ഇത് ഇപ്പോൾ ചെറിയൊരു ആശ്വാസം ഇടക്കാലത്തുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ആക്രമണങ്ങളിലേക്ക് പോവുകയാണോ? ഭീതിയുടെ ദിനങ്ങളിലേക്ക് പോവുകയാണോ? ആരാണ് മരിച്ചത്? വിവരങ്ങൾ ലഭ്യമാണോ? ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇങ്ങനെ പല മേഖലകളിലേക്കാണ് ഇറാന്റെ ഭാഗത്തു നിന്നും കുവൈറ്റിൽ ഇന്നലെ പുലർച്ചെയും ഇന്ന് രാവിലെയുമായി ആക്രമണം ഉണ്ടായത്. ശക്തമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആക്രമണത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ഒരാളുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പോൾ കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തന്നെ വാർത്താക്കുറിപ്പ് വരുന്നത്. ഏത് രാജ്യക്കാരന്റെ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. 56 പേർക്കാണ് ഈ ആക്രമണത്തിൽ, വിമാനത്താവളത്തിലെ ആക്രമണത്തിൽ പരിക്കേറ്റത്. അതിൽ 35 പേർ ചികിത്സയിൽ കഴിയുന്നത് ഫർവാനി ആശുപത്രിയിലാണ്. അതിൽ തന്നെ 3 പേരുണ്ട്. മാത്രമല്ല പരിക്കേറ്റവരിൽ ഈ 55 പേരിൽ 6 പേരുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നുണ്ട്. അവർക്ക് ശസ്ത്രക്രിയ അടക്കമുള്ള മറ്റ് ചികിത്സകളൊക്കെ നൽകുകയും ചെയ്തു. ഇങ്ങനെ ആരി സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ആക്രമണം പല മേഖലകളിലായിട്ടാണ് ഇറാന്റെ ഭാഗത്തുനിന്നും കുവൈറ്റിലേക്ക് ഉണ്ടാകുന്നത്. ശരി.